ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ വേദപുസ്തകം തുറക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം വായിച്ചാൽ, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. മതി. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ, ദൈവസന്നിധാന ചിന്തയോടെ, ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ ഈ വചനത്തിന് മുൻപിൽ എൻ്റെ ശ്രോതാക്കൾ കാതോർക്കുക. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രാർത്ഥനാ വാചകത്തിൽ സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം. ദൈവത്തിൻ്റെ മുൻ നിയമനം. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മുൻ നിയമനം. അതാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ച് മഹത്തായ ഒരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ സ്തോത്രം പോരല്ലോ. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു മഹത്തായ പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു മുൻ നിയമനമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പരിവർത്തനത്തിൻ്റെ പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം. പുതിയ നിയമത്തെ 3 ഭാഗമായി തിരിച്ചാൽ, 1 ചരിത്രം, 2 ഉപദേശം, 3 പ്രവചനം എന്ന 3 ഉൾപ്പിരിവുകൾ കിട്ടും. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട നിലവിളക്ക് പോലെയാണ് ദൈവത്തിൻ്റെ വചനം. നിലവിളക്ക് നിലത്ത് വയ്ക്കുന്നതിനാൽ നിലവിളക്കെന്ന്, കവരങ്ങൾ ഉള്ളതിനാൽ കവരവിളക്കെന്ന്, തണ്ടുകൾ ഉള്ളതിനാൽ അതേ ആ തങ്കം കൊണ്ട് തീർത്തതിനാൽ തങ്കവിളക്കെന്നുള്ള ഈ തണ്ടുകളുള്ള വിളക്ക്, ഇതിന് 3 ഭാഗമുണ്ട്. ഇതിൽ അതിപ്രധാനപ്പെട്ട ആ 3 ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഈ നിലവിളക്ക് അതിപ്രധാനമായി 1 ചരിത്രം, 2 ഉപദേശം, പ്രവചനം, ഈ 3 ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിലവിളക്കിന് 7 ശാഖകളാണുള്ളത്. ഇതിന് വലത്തോട്ട് 3 ശാഖകളുണ്ട്. ഇതിന് ഇടത്തോട്ട് 3 ശാഖകളുണ്ട്. ഇതിന് നടുവിലൂടെ കത്തി നിൽക്കുന്ന ഒരു വിളക്ക് തണ്ടുണ്ട്. ഇതുപോലെ ഇതിന് പഴയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്: ചരിത്രം, ഉപദേശം, പ്രവചനം. ഇതിന് പുതിയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്: ചരിത്രം, ഉപദേശം, പ്രവചനം. ഇങ്ങനെ പുതിയ നിയമത്തിലെ ചരിത്ര ഉപദേശ പ്രവചനത്തിനും പഴയ നിയമത്തിലെ ചരിത്ര ഉപദേശ പ്രവചനത്തിനും ഇടയിൽ ഈ വിശുദ്ധ തിരുവെഴുത്താകുന്ന നിലവിളക്കിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിളക്ക് തണ്ടുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്നരുളി ചെയ്ത നസറേനായ യേശു. അവൻ ഇതിന് നടുവിൽ കത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വചനം സാക്ഷാൽ ദൈവവചനമായിരിക്കുന്നത്. പ്രിയരെ, ഇതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവൃത്തികളുടെ പുസ്തകം, ഈ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള പുസ്തകങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഏക പ്രവചന ഗ്രന്ഥമാണ്. ഇതിൽ ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ ഗ്രന്ഥമായ പ്രവൃത്തികളുടെ പുസ്തകം 35 വർഷത്തെ വളച്ചുകെട്ടില്ലാത്ത സഭാചരിത്രം. ആ സഭാചരിത്രത്തിൽ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാ അവരോഹണത്തിന് മുൻപ് സഭ ഒരുമിച്ചുകൂടി പ്രാർത്ഥനാ നിരതരാകുകയാണ്. 2-ാം അധ്യായത്തിൽ
കൊടുമുഴക്കത്തോടെ പരിശുദ്ധാത്മാവ് സെഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങുകയാണ്. 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരിക്കുന്ന മുടന്തൻ്റെ നേരെ കൈനീട്ടിയിട്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന ശബ്ദം അഭിഷിക്തന്മാരുടെ അധരങ്ങളിൽ പുറപ്പെട്ടപ്പോൾ ഈ ബലഹീനൻ്റെ കർണപുടങ്ങളിലേക്ക് വീണ ജീവൻ്റെ വചനം അവൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ കാലുകളുടെ രക്തധമനികളെ തകർത്ത് ശരീരത്തെ നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുന്ന ബലഹീനതകളെ അഴിച്ചുമാറ്റി അവൻ്റെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്നു. ഈ ജീവന്റെ വചനം അവൻ്റെ സിരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിൻ്റെ പരിണിത ഫലമായി അവിടെ ഉയർന്ന ഘോര പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ കാരാഗ്രഹത്തിൽ എത്തിച്ചേരുകയും ഒടുവിൽ ദൈവത്തിന് സ്തോത്രം ദൈവപ്രവൃത്തിയുടെ ഭാഗമായി വിടുതൽ സംഭവിക്കുകയും ചെയ്തപ്പോൾ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ദുഃഖകരമാണ്, വേദനാജനകമാണ്. എങ്കിൽ തന്നെയും ഈ കർത്തൃദാസന്മാർ പ്രാർത്ഥിക്കുകയാണ്, സംഭവിക്കണം എന്ന് അങ്ങയുടെ കൈയും അങ്ങയുടെ ആലോചനയും മുൻ നിർണയിച്ചതാണ് സംഭവിച്ചിരിക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ദൈവഭൃത്യന്മാരുടെ മുൻപിൽ ഞാൻ ഈ ദൂത് ആത്മാവിൽ വിളിച്ചു പറയട്ടെ. എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ലെന്നും സംഭവിക്കണമെന്ന് എൻ്റെ ദൈവം നിർണയിച്ച കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിർണയിച്ചതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനങ്ങ് റാന്നിയിൽ ജനിച്ചതും നിങ്ങളൊക്കെ ഇവിടെ പരിസരങ്ങളിൽ ജനിച്ചതുമൊന്നും ആരും പ്രവചിച്ചിട്ടല്ല. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് അബദ്ധത്തിൽ ജനിച്ചതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് പ്രവചിച്ചതുപോലെ തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതൃവലഭാഗി മധ്യസ്ഥതയണച്ച് പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനെ ചരിത്രം കണ്ടിട്ടുള്ളൂ. അതിരാത്രി നമ്മൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ആക്സിഡന്റ് അല്ല, അതെല്ലാം മുൻ നിർണയത്തിൻ്റെ നിവൃത്തിയാണ്. അവൻ എവിടെ ജനിക്കണം? ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കണം. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കണം. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിൻ്റെ തറവാട്ടിൽ പിറക്കണം. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊടുക്കണം. അതിൻ്റെ കുടുംബം അബ്രഹാമിൻ്റെ തലമുറയിലായിരിക്കണം. അവൻ്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കണം. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറണം. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കണം. മടങ്ങി വന്ന നസ്രയത്ത് എന്ന കുഗ്രാമത്തിൽ ഈ കുടുംബം പാർക്കണം. നസ്രയത്തിൽ പാർക്കുന്നതിനാൽ നസ്രായൻ എന്നവനെ വിളിക്കേണ്ടി വരണം. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എന്ന ഒരാളാൽ സ്നാനമേൽക്കാൻ അവൻ ഇറങ്ങി വരണം. അവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവൻ്റെ മേൽ അധിവസിച്ചിറങ്ങണം. അവൻ രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിക്കണം. 33.5 തിരുവയസ്സെങ്കിൽ അവൻ്റെ ശത്രുക്കളല്ല, അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കണം. ഒറ്റിക്കൊടുക്കുന്നത് 35 വെള്ളിക്കാശിനല്ല, 25 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിന് തന്നെ ആയിരിക്കണം. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യണം. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു കൊലമരത്തിൽ, ഒരു വധയന്ത്രത്തിൽ തൂക്കണം. അവൻ്റെ മരണം കൊടും കള്ളന്മാരുടെ മധ്യത്തിനായിരിക്കണം. അവൻ്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയണം. അവൻ്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥി ഒടിയുന്നത് പോലെ ഇവൻ്റെ അസ്ഥി ഒടിയാൻ പാടില്ല. അവൻ്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കാണെങ്കിലും അവൻ്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയിൽ നടക്കണം. എന്നാൽ കല്ലറയ്ക്കകത്തു നിന്ന് 3-ാം നാൾ കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് മരണപാതാളങ്ങളുടെ മേൽ ജയമെടുത്തവൻ ഉയർത്തെഴുന്നേൽക്കണം. ആണിപ്പാടേറ്റ പൊന്നി കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവൻ
സ്വർഗാരോഹണം ചെയ്യണം. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കണം എന്നെഴുതിയ വചനം മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറയുന്നു, അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, യേശുവിൽ സംഭവിച്ചതൊന്നും അപകടത്തിൽ സംഭവിച്ചതല്ല, അത് മുൻനിർണയ പ്രകാരം സംഭവിച്ചതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഒന്ന് കരം ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയർത്തി ഒന്ന് വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ പദ്ധതിയുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണേ. ഒരു സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ ഉള്ള ഏകാഗ്രത പോലെ ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഗുരുതരമായി സംഭവിച്ചിരുന്നു. ഈ 3 സംഭവങ്ങളെ സംബന്ധിച്ചും ഒരു ചെറിയ പരാമർശനം പോലും പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ കാലഘട്ടത്തിലെ 3 ചരിത്ര പ്രസിദ്ധമായ സംഭവം: 1, നീറോ എന്ന നീചനായ ഭരണകർത്താവിൻ്റെ ഭരണം. 2, ധന്യനായ പൗലോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വവും പത്രോസിൻ്റെ രക്തസാക്ഷിത്വവും. 3, യെരൂശലേം ദൈവാലയ വിനാശം. ഇത് 3 ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. നീറോ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരനും നീചനുമാണ്. അയാളെപ്പോലെ ഇത്രമാത്രം വികൃതനായൊരു ഭരണകർത്താവ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇരയുടെ മരണപ്പിടച്ചിൽ കൺമുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം മാനസിക രോഗബാധിതനായിരുന്നു നീറോ. ചെറുപ്പസമയം കൊട്ടാരത്തിൻ്റെ തൊടിയിൽ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്പികളെ പിടിച്ച് കമ്പി കോർത്ത് തുമ്പികൾ പിടയ്ക്കുന്നത് കാണുമ്പോൾ വേദനയിൽ പിടയ്ക്കുന്ന കൊച്ചു ജീവികളുടെയും തുമ്പികളുടെയും ഒക്കെ ദേഹത്ത് കമ്പി കുത്തി കടത്തുമ്പോൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക മാനസിക വികാരം ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നു. സ്വന്തം ഭാര്യമാർ 2 പേരെ നീറോ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. സ്വന്തം അമ്മയെ നീറോ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ എന്തോ ഒരു വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരു മാനസിക രോഗം ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നു. അത്ര ക്രൂരനായിരുന്നു ഇദ്ദേഹം. അവസാനം ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. റോമ പട്ടണത്തെ നയനമനോഹരമായി പണിയാൻ ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ ഇദ്ദേഹം തയ്യാറാക്കി. പക്ഷേ ഒരു അപവാദമുണ്ട്. അപവാദം ഇതാണ്: റോമിൽ നിരവധി ആളുകൾ കൂട്ടമായി പാർക്കുന്നു. അവരെ അഴിച്ചുമാറ്റാതെ പണി നടക്കില്ല. ടൈബർ നദിയുടെ തീരത്ത് പണിതുയർത്തി നിർത്തിയിരിക്കുന്ന പഴയ പുരാതനമായ റോമാ പട്ടണത്തിൻ്റെ ഒരു പണി നടക്കണം. അതിനുവേണ്ടി നീറോ ഒരു പട്ടാപ്പകൽ റോമാ പട്ടണത്തിന് തീ കൊടുത്തു വെച്ചു. റോമാ പട്ടണം മാനം മുട്ട കത്തി ഉയരുമ്പോൾ, നിരപരാധികൾ പലരും വെന്തുരുകി മരിക്കുമ്പോൾ ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് റോമാ പട്ടണത്തിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടുത്തു. അപ്പോൾ നീറോയ്ക്ക് മനസ്സിലായി കാര്യം അപകടത്തിലേക്ക് നീങ്ങുകയാണെന്ന്. അയാൾ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചത് കേൾക്കണോ? ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവരിവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടെ ക്രൈസ്തവ വൈര്യം അതിഭയങ്കരമായി ആളിക്കത്തി. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ചും വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് ശരീരഭാഗങ്ങൾ അതിലേക്ക് ചേർത്ത് കെട്ടി 2 തുണ്ടുകളാക്കി കീറി മാറ്റിയും മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്തും വെട്ടിത്തിളയ്ക്കുന്ന എണ്ണപാത്രങ്ങളിലിട്ട് വറുത്തു കോരിയും എന്തിന് ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവരെ കൊന്നുകൂട്ടുന്ന കാലഘട്ടം. ഒരു ദൂതിന്ന് രാത്രി ഞാൻ പറയാം,
പറയാം, ഒരു ചെറിയ മഴ പെയ്തതിൻ്റെ പേരിൽ മുഴുവൻ തകർന്നു എന്ന് വിചാരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കാൽത്തളയ്ക്കോ തോക്കിൻ കുഴലിനോ തകർക്കാൻ കഴിയുന്നതല്ല കൃപ പ്രാപിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഹന്നാൻ്റെ കഴുത്തു മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷെ കഴുത്തു മുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരത്തില്ല. പ്രസംഗത്തിൻ്റെ മുഴുവൻ പൊരുളായ എൻ്റെ രക്ഷകൻ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറിയിൽ തകർത്താൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പത്തിലുള്ള കല്ല് വെച്ച് റോമൻ ശക്തികൾ മുദ്ര വെച്ചാൽ കല്ലറ കൊണ്ട് പ്രസംഗം തീരില്ല. അവൻ കല്ലറയെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർക്കും. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. അവനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? ഹേരോദാവേ, പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസിനെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇടിക്കാൻ കയ്യിൽ ആയുധം എടുത്തവനെ കൊണ്ട്, തകർക്കാൻ കയ്യിൽ ഉപകരണം ഉയർത്തിയവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ കർത്തൃദാസനെ ഓസ്റ്റിയൻ പാതയിൽ കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റി. പ്രസംഗം തീർന്നില്ല. അതിൻ്റെ പുറകെ ഒരു തിമത്യോസിനെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ ഉമിത്തിയിൽ നീറ്റി കൊന്നു. പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരെല്ലാവരും തിരശീലയുടെ പുറകിലേക്ക് പോയി. പ്രസംഗം തീർന്നില്ല. സാധുക്കളായി ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തി പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാലും കാലാവസ്ഥ മുഴുവൻ ഇളകി മറിഞ്ഞാലും ആരാധിക്കുന്ന ദൈവമക്കൾ പെരുമഴ നിമിത്തം വിറച്ചുകൊണ്ട് കേൾക്കേണ്ടി വന്നാലും ഈ പ്രസംഗം തീരില്ല. ചുണ്ടിത്തരം കാട്ടിക്കൊണ്ട് അമ്മമാരുടെ മടിയിലിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവിനെ മടങ്ങി വരവ് താമസിച്ചാൽ ഈ ജീവന്റെ വചനം ഉയർത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധിയിലും നിർത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഒരു പ്രതികൂലത്തിനും തകർക്കാൻ കഴിയാത്തതാണ് ആത്മനിർഭർ പ്രാപിച്ച നിന്റെ മേൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ നിയോഗം. ആ കാലഘട്ടത്തിൽ നീറോയുടെ ക്രൂര ഭരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേക സമയം ആണ് ധന്യനായ പൗലോസ്ലീഹയുടെ ശിരച്ഛേദം നടക്കുന്നത്. ഇവർ പൗലോസും പത്രോസും ഒരു ഗുഹയ്ക്കകത്ത് നിന്നാണ് മരണസ്ഥലത്തേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, മരണത്തിന് തൊട്ടു മുൻപ് മരണസ്ഥലം പൗലോസിന് മനസ്സിലായി. മരണത്തിന് തൊട്ടു മുൻപ് മരണസമയം മനസ്സിലായി. മരണവിധവും മനസ്സിലായി. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിക്കുന്ന ചോര മുറിക്കാൻ ഉപയോഗിച്ച പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തെ പാനീയയാഗബലി എന്ന് പൗലോസ് സൂചിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിൽ മരണത്തെ ഒരു വിളിപ്പാടകലെ കണ്ടുകൊണ്ട് ഈ കർത്തൃദാസൻ കിടക്കുന്ന കാഴ്ച പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹ, ഒരു വശത്തുകൂടെ കൂലം കുത്തി പതഞ്ഞ് നുരഞ്ഞ് ടൈബർ നദി ഒഴുകുകയാണ്. അതിന് മറുവശത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ 10-15 അടി കുത്തനെ താഴേക്ക് കുത്തിയിറക്കി പണിതിരിക്കുന്ന ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള ഗുഹയാണ് മർമാട്ടിൻ ഗുഹ. അതിന് മുകളിൽ ഒരു കൽപ്പാളി കൊണ്ട് ഉരുട്ടി അടയ്ക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ കൈ കടക്കുന്ന ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് പ്രകാശധാര ഈ ഗുഹയ്ക്കകത്തേക്ക് ഒഴുകിയിറങ്ങുന്നത്. അതിൻ്റെ ഭിത്തിയിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിലോട്ട് കയറിയിരുന്നാണ് അവസാനത്തെ കത്തുകൾ തൻ്റെ സ്നേഹിതർക്ക് എഴുതുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. തൻ്റെ മരണസ്ഥലം തനിക്ക് മനസ്സിലായി. തൻ്റെ മരണവിധം തനിക്ക് മനസ്സിലായി. തൻ്റെ മരണരീതിയും തനിക്ക് മനസ്സിലായി. ഒടുവിൽ ആ കല്ലേലോട്ട് അങ്ങോട്ട് കയറിയിരുന്നിട്ട് തുകൽച്ചുരുൾ എടുത്തങ്ങോട്ട് നിരത്തി വെച്ച്
ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തിൻ്റെ തൂലിക കൊണ്ട് കുറിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. മോനെ, യൂറോപ്പിന്റെ കൊടും ശൈത്യം അടുത്തു വരുന്ന കുഞ്ഞെ. അസ്ഥി കൊച്ചുന്ന, മാംസം മരവിക്കുന്ന ആ കൊടും ശൈത്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്കൊരു പുതപ്പ് വേണം മക്കളെ. ആ പുതപ്പ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പട്ടുമെത്തയിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിന്റെ അടിയിൽ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ആത്മീയത വിശ്വസിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നടുവിൽ ആ കണ്ണുകൾ ഉയർത്തി നോക്കിയേ. പുതപ്പ് പുതയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയോ? ഇല്ല. പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. ഈ കത്ത് തൻ്റെ കയ്യിലെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. കർപ്പോസിന്റെ വീട്ടിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ അനുവദിക്കാതെ, അത് പുതപ്പും പുസ്തകങ്ങളും ഒന്നും എടുക്കാൻ സമ്മതിക്കാതാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഈ ദൈവദാസൻ കർപ്പോസിന്റെ വീട്ടിലെത്തി പുതപ്പും പുസ്തകങ്ങളും ഒരു കെട്ടായി കെട്ടി തോളിൽ വെച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്ന് റോമിലെത്തി. തിരക്കി പൗലോസ് എന്ന ഒരാൾ. ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു നഖചിത്രമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും പീഡനതാടനങ്ങളേറ്റ് കൂനിപ്പോയ ഒരു ബലഹീനനായ വൃദ്ധൻ. മനസ്സിലാക്കി ചോദിച്ചു, ആരെങ്കിലും കണ്ടവരുണ്ടോ? ഒടുവിൽ ഒരു സഹതടവുകാരനെ കണ്ടു. ചോദിച്ചു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എൻ്റെ പേരാ തിമത്തിയോസ്. നിന്റെ അപ്പനായിരുന്ന പൗലോസ്? അതെ, എൻ്റെ പിതാവായിരുന്നു, എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്. നിന്നെ ഓർത്തെന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ മകൻ വരും, എൻ്റെ മകൻ വരാതിരിക്കില്ല എന്ന് നിരന്തരം പറയുമായിരുന്നു. എന്നാൽ ഒരു ദുഃഖ സത്യം നീ അറിയണം. നിന്റെ പിതാവിൻ്റെ ശിരച്ഛേദം ഇന്നലെ റോമൻ ഗവൺമെന്റ് ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് പ്രസിദ്ധമായ സദസ്സിനെ സാക്ഷിയാക്കി നടത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ കെട്ടുതെറിച്ചു. തിമത്തിയോസ് തൻ്റെ മുട്ട് നിലത്ത് കുത്തി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട്, എൻ്റെ പിതാവേ പൗലോസേ, ഞാൻ അങ്ങയെ ഇനി എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞതായിട്ടാണ് ചരിത്രം. നിങ്ങൾ അറിയണം, ആ വന്ന ആഗതന്റെ വിശദീകരണത്തിൽ മരണവിധം ഇങ്ങനെയായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ ഒരു ചന്ത നടക്കുന്ന ദിവസം, മറ്റുള്ളവരെ ഭയപ്പെടുത്തി ക്രിസ്തീയ പ്രവർത്തനത്തെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ 10ഓളം പടയാളികൾ അകമ്പടി സേവിച്ച് ഒരു പരസ്യ സ്ഥലത്ത് വെച്ച് ശിരച്ഛേദം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. 10 പടയാളികൾ അന്ന് രാവിലെ ആ കുലസ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതിന് ഗുഹയുടെ കരയ്ക്കെത്തി. ഒരു കയറിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തെ കുഴിക്കിൽ നിന്ന് മുകളിലേക്ക് കയറ്റിയിട്ടു. 2 വശത്തും പടയാളികൾ 5 പേർ നിരന്നു. നടുവിൽ പൗലോസിനെ ചങ്ങലക്കിട്ടു. നടക്കുകയാണ് യാത്ര. നേരെ തൊട്ടടുത്ത പിരമിഡിന്റെ ചുവട്ടിലെ ചന്ത സ്ഥലത്തേക്ക്. മാസത്തിൽ ഒരിക്കൽ കൂടുന്ന ആ ചന്തയിൽ പങ്കെടുക്കാൻ സാധാരണക്കാർ ഒഴുകിയെത്തും. ഇത്തരം രംഗങ്ങൾ കാണാൻ അവർ പുറകിൽ കൂടും. ഇതാ കുറ്റവാളിയുമായി നേരെ ആ ചന്ത സ്ഥലത്തെത്തിയ സൈന്യം നേരെ ജനത്തെ മുഴുവൻ സാക്ഷിയാക്കി. ജനം മുഴുവൻ പുറകിൽ ഇരമ്പി അടുക്കുകയാണ്. മുൻപിൽ 10 പടയാളികൾക്ക് നടുവിൽ ഈ കർത്തൃദാസൻ ചങ്ങലയ്ക്കിടപ്പെട്ടവനായി യാത്ര ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ആ ദൈവഭൃത്യനിലേക്ക്. പരാജയ ഭീതി ഒട്ടുമില്ല. തല താഴ്ത്തിക്കൊണ്ടല്ല, ഒരു തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഈ സമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തുള്ളി തുടിച്ച ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാനൊന്ന് എത്തി നോക്കിയിട്ട് പറയാം. പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ് ദൈവദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിച്ചുകൊണ്ട് 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം ഇനിയും നേരിട്ട് കാണാൻ ഉള്ള നിമിഷങ്ങൾ അടുത്തു വരുന്നു എന്ന ആത്മീയ തീവ്രതയിൽ നിങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ കർത്തൃദാസൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ദമസ്കോസിൽ
പർവ്വതത്തിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ അത് മുഴങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്നരുളി ചെയ്ത അരുമനാഥനെ മുഖത്തോട് മുഖം കാണാൻ ഇനിയും ചില മിനിറ്റുകൾക്കുള്ളിൽ പറ്റുമല്ലോ എന്ന പ്രതീക്ഷയോടെ ആ കാലുകൾക്ക് വേഗത കൂടി മരണസ്ഥലത്തെത്തിക്കഴിഞ്ഞു. മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി ആ ദൈവദാസന്റെ തല ഒരു പീഠത്തിലേക്ക് ചാഞ്ഞു. ആ ഭക്തനും ആ ദർശകനും 14 ലേഖനങ്ങളുടെ കർത്താവും നിരവധി സഭകളെ നട്ടു നനച്ച് 29ലധികം പട്ടണങ്ങളിലും 30ലധികം ദ്വീപുകളിലും അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തിയ ആ പ്രവാചക വരേണ്യന്റെ കഴുത്തിലൂടെ റോമൻ പടയാളികളുടെ ഖഡ്ഗം കയറിയിറങ്ങി. ആ ശിരസ് 3 അഭൗമ തേജസ് പ്രസരിപ്പിച്ചുകൊണ്ട് ചിതറി വീണു. ശരീരം പുറകോട്ടു മലച്ചു. ഭക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. എന്ത് നേടി? ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തി. കരമുയർത്തി കർത്താവിന് ശബ്ദമുയർത്തി മഹത്വം അർപ്പിച്ചിട്ട് പറയണം, ഏത് പ്രതികൂലങ്ങൾ ഇരമ്പി ഉയർന്നാലും എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി ആ കരങ്ങൾ ഉയർത്തി ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് വിളിച്ചു പറയണം, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കഴിയുകയില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിരൽ ചൂണ്ടി ദൂത് പറയുന്നു, നിനക്കെതിരെ ഉയരുന്ന പ്രതികൂലങ്ങൾ എത്ര ശക്തമാണെങ്കിലും ആ പ്രതികൂലങ്ങൾക്കകത്തുകൂടെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ നിന്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിവർത്തിയിലെത്താൻ അനുവദിക്കാതെ വാദിച്ചു നിൽക്കുന്ന പ്രതികൂല ശക്തികളെ തട്ടി തകർത്തുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്റെ പുറകിൽ നിവർത്തിക്കപ്പെടേണ്ടതിന് ആ ജീവന്റെ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആ പല്ലവികൾ ആവർത്തിക്കുന്നു. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. അനുഭവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ നീ ഇന്ന് രാത്രി സഹിക്കുന്ന മുള്ളുകൾക്കാണ് നീ അനുഭവിക്കുന്ന റോസാപ്പൂക്കളെക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. ഇരിക്കുന്ന ഇരിപ്പിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ സാധാരണ ശബ്ദം ഉയർത്തിയല്ല, അസാധാരണ സ്തോത്രം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന മുള്ളുകൾക്ക് നന്ദി, എന്നാൽ ഞാൻ അനുഭവിക്കുന്ന മുള്ളുകൾക്ക് നടുവിൽ എൻ്റെ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഉയരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രയും. ഇന്ന് കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? സംഭവിക്കണം എന്ന് എൻ്റെ ദൈവത്തിൻ്റെ കൈയും അവിടുത്തെ ആലോചനയും മുൻനിർണയിച്ചതാണ് ഒരു ഭക്തനിൽ സംഭവിക്കുന്നത്. ഞാനൊരു വാക്യം ഈ തരുണത്തിൽ ഉദ്ധരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നോടൊപ്പം ചേർന്നൊന്ന് പറയുന്നെങ്കിൽ സന്തോഷം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ബാക്കി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എത്ര ഭീകരമാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ സർവജ്ഞാനം അറിഞ്ഞ് ഇരിക്കുന്ന കസേരകളിൽ ഇരുന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു കരം എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി ചില വ്യക്തികളുടെ ചങ്കിന് നേരെ പരിശുദ്ധാത്മ വെയ്തു വിടുകയാണ്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, യേശുവിന്റെ ബലിമരണത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
ചലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഇന്നത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് നന്മയാക്കി പരിണമിപ്പിക്കും. അത് ബോധ്യമുള്ള ദൈവമക്കൾ ചെറിയ ശബ്ദത്തിലല്ല, ഇരിക്കുന്ന ഇരിപ്പിൽ ഉച്ചസ്ഥായിയിൽ അത് ശിരസ് ഉയർത്തി പൈശാചിക ശക്തികൾ കേൾക്കേ, പാതാള ഗോപുരങ്ങൾ കേൾക്കേ, നരക കവാടങ്ങൾ കേൾക്കേ, ഇരുട്ടിന്റെ ഒടുങ്ങ പകകൾ കേൾക്കേ, ഇരിക്കുന്ന ഇരിപ്പിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് പറയണം, ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ പരിണമിപ്പിക്കൽ പ്രക്രിയയിലൂടെ അത് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരം ആ ദൈവത്തിങ്കിൽ നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് 5 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലിനെ ദൈവം ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. അവൻ മുന്നറിഞ്ഞവരെ, ഒന്ന് കരമുയർത്തി പറയാമോ, ഞാൻ മുന്നറിയപ്പെട്ട ദൈവ പൈതലാണെന്ന്? എന്ന് കരമുയർത്തി പറഞ്ഞ്, ഞാൻ മുന്നറിയപ്പെട്ട. ചിലരുടെ മുഖത്ത് നോക്കുമ്പം വിഷണ്ണതയുണ്ടെങ്കിലും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളം കയറി വശത്തടിഞ്ഞു വളർന്ന റവന്യൂ വസ്തുവിലെ വൃക്ഷമല്ല ഞാൻ. ഒരു കാക്കച്ചുണ്ടിൽ നിന്നും അറിയാതെ വീണ ആഞ്ഞിലിക്കുരു വളർന്നു വന്നതുപോലെ വളർന്നു വന്നവനല്ല ഞാൻ. എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എന്നെ പാട്ടത്തിന് പിടിച്ചതല്ല, എന്നെ ടുത്തതല്ല, എന്നെ ലേലത്തിന് പിടിച്ചതല്ല. ഇന്ന് രാത്രി ഞാൻ മുന്നറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ഞാൻ മുന്നറിയപ്പെട്ട ദൈവ പൈതലാണ്. ദൈവ സാന്നിധ്യം നിഴൽ മൂടി നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയുന്നു, സഹിക്കാൻ കഴിയാത്ത ചില കണ്ണുനീർ നിന്റെ പാനപാത്രത്തിൽ ഒഴുകിയെത്തുമ്പോഴും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ മുൻനിർണയമുണ്ടെങ്കിൽ ഇന്നത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്ന ആ കരം ഇതാ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രാർത്ഥിക്കുന്ന നീ ദൈവത്താൽ മുന്നറിയപ്പെട്ടവനാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു, പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ശ്രദ്ധിക്കുക, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്ന്, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഒരു പൈശാചിക ശക്തികൾക്കും ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു ശാപത്തിൻ്റെ ബന്ധനങ്ങൾക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ പറ്റില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഞരങ്ങുന്ന ശബ്ദത്തോടല്ല, ഇരിക്കുന്ന ശബ്ദ ഇരിപ്പിൽ മുഴക്കത്തോടെ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് നിത്യതയുടെ കാര്യപരിപാടിയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം? ആദിക്ക് മുൻപ് ഒന്നുണ്ടെങ്കിൽ അതാണ് അനാദി. ആദി എന്താണ് പറയാം. ആഴിയും ഊഴിയും തരിയും താരങ്ങളും നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഓറിയോൺ ബെൽറ്റും ബീറ്റർഗ്യൂസും എല്ലാം ഉണ്ടാകട്ടെ എന്ന കൽപ്പനയ്ക്ക് മുൻപിൽ ഉണ്ടായതാണ്. ആഴിയുടെ അടിത്തലം മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ സമസ്ത സൃഷ്ടി സംവിധാനങ്ങളും സർവശക്തന്റെ ആദിയുടെ സൃഷ്ടിയാണ്. എന്നാൽ ആദിക്ക് മുൻപൊരു കാലമുണ്ട്, അതാണ് അനാദികാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാം. സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല, നാം കാലൂന്നി നിൽക്കുന്ന ഭൂമിയില്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന നക്ഷത്രജാലങ്ങളൊന്നുമില്ല. നിതാന്ത ശൂന്യതയിൽ എൻ്റെ ദൈവം പൂർണ്ണ തൃത്വത്തിൽ സർവാ
പരമാധികാരിയായി വിരാജിച്ചരുളുമ്പോൾ തിരുവനന്തപുരം കേശവദാസപുരത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ ചങ്കിലെ ചുടുനിണത്തിലൂടെ ഒരുപറ്റം ഭക്തന്മാരെ നിത്യ തേജസ്സിൻ്റെ മഹത്വത്തിൽ പുത്തനാം യെരൂശലേമിൻ്റെ തങ്കക്കുട കെട്ടിടത്തിലെത്തിക്കാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിക്ക് ദൈവം വൃത്തം വരച്ചതെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സർവജ്ഞാനം തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പോരാ, എൻ്റെ അപ്പനുണ്ടാകുന്നതിന് മുമ്പ് പോരാ, എൻ്റെ വല്യപ്പനുണ്ടാകും മുൻപ് പോരാ, ആദ്യമേ ആദാം ജനിക്കും മുൻപല്ല, ഈ ഭൂമിക്ക് ദൈവം വൃത്തം വരയ്ക്കും മുൻപല്ല, ഈ പ്രപഞ്ചമുണ്ടാകും മുൻപ് എൻ്റെ ദൈവം എന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ കൂടപ്പിറപ്പേ, നീ ആക്സിഡന്റ് അല്ല, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ മുറിക്കകത്തിരുന്ന് നിങ്ങളുടെ കയ്യിലെ കമ്പ്യൂട്ടറിൽ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിന് വെച്ചിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ ആ കമ്പാർട്ട്മെൻറ്റിലെ ആ സീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിങ്ങളെ മുൻകണ്ടതിന് ശേഷമാണ് ഈ പ്രപഞ്ചമുണ്ടാക്കിയതെന്ന് ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്നത് തിന്മയാണെങ്കിലും ആ തിന്മയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ അവസാന അധ്യായത്തിൽ ഏത് കുഴഞ്ഞു മറിഞ്ഞതിനെയും നന്മയ്ക്കാക്കി മാറ്റാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ജാതക ബന്ധനങ്ങളും വിജയിക്കാൻ അനുവദിക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി മാത്രം എൻ്റെ മേൽ നടത്തിയെടുക്കത്തക്ക വിധം എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു അനാദി പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വരുമ്പോഴാണ് ജാതകവിധി എന്ന വസ്തുത ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, മനുഷ്യ സമൂഹത്തിൽ വ്യത്യസ്ത ചിന്തകളിൽ ജാതകവിധി അഥവാ വിധി എന്നൊരു വിഷയമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, വിധി സത്യമാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി സത്യമല്ല. അതുകൊണ്ട് തന്നെ ബൈബിൾ വിധിയിൽ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ഈ പറയുന്ന നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് ആഴത്തിൽ പതിയണം. ബൈബിൾ വിധിയിൽ വിശ്വസിക്കുന്നില്ല. ബൈബിൾ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിനെ വിശ്വസിക്കുന്നുള്ളൂ. എന്താ? വിധി സത്യമാണെങ്കിൽ അന്തിമ വിധി സാധ്യമല്ല എന്ന് പറയാൻ കാരണം ഒരു കൊച്ചുദാഹരണത്തോടെ തെളിയിക്കാം. അന്തിമ വിധി നടക്കുകയാണെന്ന് വിചാരിക്കുക. അന്തിമ വിധി നടക്കുന്നു. ഒരു കൊച്ചുദാഹരണത്തിന്, ഫൂലാൻ ദേവി അറിയാമല്ലോ, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി. അവൾ ദൈവസിംഹാസനത്തിന് മുൻപിലേക്ക് അന്തിമ വിധി ദിനം വന്നെന്നിരിക്കട്ടെ. കുലപാതകിയായ നീ നരകയോഗ്യ എന്ന് പറഞ്ഞ് ദൈവം അവളെ അഗ്നിപ്പൊയ്കയിലേക്ക് വിടുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് വയ്ക്കുക. ദൈവമേ, പൊക്കോളാം. മുൻപൊരു ചോദ്യം ചോദിക്കാൻ ഈ കോടതി എന്നെ അനുവദിക്കണം. ചോദിച്ചുകൊള്ളൂ എന്ന് ദൈവം പറഞ്ഞെന്നിരിക്കട്ടെ. ചോദിക്കുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കും മുൻപ് ഞാൻ ഇന്ന തറവാട്ടിൽ ജനിക്കണമെന്നും ഒടുവിൽ ചെറുപ്രായത്തിൽ ആക്രമിക്കപ്പെടണമെന്നും ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ കയ്യിൽ ആയുധമെടുത്ത് ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകണമെന്നും അവസാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഭൂമിയിൽ തിരിച്ചു വന്ന് മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു വാഹനത്തിന് കയറുമ്പോൾ വെടിയേറ്റ് വീഴണമെന്നും ഞാൻ ജനിക്കുന്നതിന് മുൻപേ എൻ്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ അഗ്നിപ്പൊയ്കയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായടയും. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു വ്യക്തിയുടെ മേൽ അയാളുടെ നിരപരാധിത്വത്തിൽ വിധി അടിച്ചേൽപ്പിച്ചാൽ അവൻ്റെ അന്തിമ വിധിക്ക് ഉത്തരവാദി ദൈവം തന്നെ ആയിരിക്കും. നിങ്ങൾ രാത്രി ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗം എപ്പോൾ നിർത്തണം എന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു തന്നിരിക്കുന്ന സമയമുണ്ട്. അതിനു മുമ്പ് നിർത്താനും അതിന് വരെ തുടരാനും ഉള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. എന്നാൽ ഞാൻ എപ്പോൾ നിർത്തും, ഞാൻ എവിടെ വരെ തുടരും എന്ന് ഞാൻ കയറി പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ?
എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സർവജ്ഞാനം. അപ്പോൾ യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം മുൻ നിർണയിച്ചതാണെങ്കിൽ യൂദയുടെ തെറ്റിന് യൂദയല്ല ഉത്തരവാദി, ദൈവമാണ് ഉത്തരവാദി. എന്നാൽ യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം മുൻ നിർണയിച്ചിട്ടില്ല. എന്നാൽ യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിനെ ആലിംഗനം ചെയ്യാൻ ഒരു കൊടിയ ശാപത്തിൻ്റെ കെട്ടിനകത്ത് വീണിരിക്കുന്ന നീ തയ്യാറായാൽ നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തകർച്ചകളെ മിനിറ്റുകൾ കൊണ്ട് പണിതെടുത്ത് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കാൻ കഴിവുള്ള ഒരു അദൃശ്യ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ നിർണയം. ഒന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എന്താ കാര്യമെന്ന് ഞാൻ പറയാം. സ്തോത്രം. മീൻകറി വെക്കുന്ന സഹോദരിമാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പുരുഷന്മാരായി ഞങ്ങളും മീൻകറി വെക്കും ഗതികേടിൻ്റെ ഒറ്റത്തടി പാലത്തേക്ക് കയറുമ്പം. എങ്കിലും അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, നമുക്കെല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലെ ഒരു ക്രമീകരണം ഇവിടുത്തെ ക്രമീകരണമൊക്കെ വ്യത്യാസമാണെങ്കിലും പൊതുവേ ഒരു ക്രമീകരണം ഉണ്ടല്ലോ. മുളക് പൊടി ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? വെളുത്തുള്ളി ഒഴിവാക്കാൻ പറ്റില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മുളക് പൊടി അതിനകത്തുണ്ട്, വെളുത്തുള്ളി അതിനകത്തുണ്ട്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, കുറച്ച് വെളുത്തുള്ളി വായിലിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ എത്ര രുചികരമായിരിക്കും? അല്ല, സ്തോത്രം. അലുവ കഴിക്കുന്നത് പോലെയോ മിക്സർ വായിലിടുന്നത് പോലെയോ കുറച്ച് മുളക് പൊടി വായിലിട്ട് ഞൊണഞ്ഞിറക്കിയാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. അതൊക്കെ അതിൽ തന്നെ ക്രാണരസമുള്ളതാണ്, രുചിക്കാൻ പറ്റിയതല്ല. എന്നാൽ കൃത്യം മുളക് പൊടിയും കൃത്യം വെളുത്തുള്ളിയും കൃത്യം മീൻ കഷണവുമെല്ലാം കൃത്യ അനുപാതത്തിൽ ഒരു പാത്രത്തിൽ വെന്ത് കുറുകി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന പരുവത്തിൽ ചാറ് കുറുകി മീൻകറിയായി പരിണമിക്കുന്നത് പോലെ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ നാഥൻ്റെ കരം വ്യാപരിച്ചു കഴിഞ്ഞാൽ ആ തിന്മയെ നന്മയാക്കി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരയിലിരുന്ന് കൈകെട്ടി വാപൂട്ടിയിരിക്കുകയല്ല, ശബ്ദമുയർത്തി നിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന നരകീയ ശക്തികൾക്ക് മുൻപിൽ ആത്മാവിൽ വിളിച്ചു പറയണം, ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തെ എൻ്റെ ദൈവം തിന്മയ്ക്കല്ല അത് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. ദൈവ സാന്നിധ്യം ചലിക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന രാത്രി, ഇരുട്ടിൻ്റെ ശക്തികൾ തല്ലി തകർക്കാൻ നിന്റെ കുടുംബത്തിന് നേരെ ഉയർത്തി നിർത്തിയിരിക്കുന്ന പണത്തെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ബലത്തോടെ വ്യാപരിക്കുമ്പോൾ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, എൻ്റെ ജീവന്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. അത് തിന്മയല്ല, അവസാനം നന്മയാകും. തിരശീലയ്ക്ക് പുറകിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു. അപ്പൻ അബ്രഹാം, അരോഗത്തിൻ്റെ ഗാത്രൻ, ഭാര്യയുടെ മരണാനന്തരം പുനർവിവാഹിതനും തലമുറകൾക്ക് ജന്മം കൊടുത്തവനും, മകൻ ഇസഹാക്ക് അപ്പൻ്റെ പകുതി പ്രായം കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അന്ധമായി. മകനെ തപ്പി നോക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചേർന്നില്ലേ? എന്താണ് ഇതിനുള്ള കാരണം? മോനെ ഇസഹാക്കേ, നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കാര്യപരിപാടി തിരശീലയ്ക്ക് പുറകിലുണ്ട്. സഹിക്കാൻ കഴിയാത്ത ശോധനകൾക്കകത്തുകൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ദൂത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പെ, നിന്റെ കാതിന് നേരെ അവസാന കുത്തിടും മുൻപ് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ സ്നേഹപാത്രമായ
മൂത്തവൻ്റെ തലയിൽ കൈ ചെല്ലും. എന്നാൽ നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ നീ അവഗണിക്കാൻ സാധ്യതയുള്ള ഇളയവൻ്റെ തലയിൽ കൈ ചെല്ലും. അനുഗ്രഹത്തിൻ്റെ കാര്യപരിപാടികൾ ദൈവത്തിൻ്റെ ഘടികാരമനുസരിച്ച് തിരിയണമെങ്കിൽ നീ സഹിക്കാൻ കഴിയാത്ത അന്ധതയിലൂടെ കടന്നു പോകേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഇന്ന് രാത്രിത്തെ മഴ ഉൾപ്പെടെ ഞാൻ അനുഭവിക്കുന്ന പരിശോധനകൾ എത്ര വലുതാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിച്ചാൽ ഒടുവിലത്തെ അധ്യായത്തിൽ തിന്മയല്ല അത് നന്മയാക്കി മാറ്റാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിന്റെ കുടുംബം തലപൊക്കാതിരിക്കത്തക്ക വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന മാനസിക തകർച്ചകളുടെ നിന്റെ തലമുറയുടെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന കൊടിയ മാരക രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിൽ കൈമാറാൻ തയ്യാറായാൽ അവസാനത്തെ അധ്യായം എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഒരിക്കലും കരപറ്റില്ലെന്ന് വിധി എഴുതി തള്ളിയ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഈ രാത്രി ഇതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി നിന്റെ വിഷയത്തിൽ നടത്താൻ ഈ ക്രൂശിന് ശക്തിയുണ്ട്. പലപ്പോഴും ശവമടക്ക് നടത്തുന്ന സമയം സാധാരണ ചുമതലകൾ ഉള്ളത് കൊണ്ട് ശുശ്രൂഷകൾ നടത്താറുണ്ടെങ്കിലും ദൈവദാസനെ 80-70 വയസ്സ് പ്രായമുള്ള വൃദ്ധരായ ആളുകളുടെ 90 വയസ്സ് പ്രായമുള്ളവരുടെ ബോഡിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ കണ്ണ് നനയാറില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കണ്ണ് നനയും. എപ്പോഴാണെന്നറിയാമോ? ഒരു 30-35 വയസ്സ് പ്രായമുള്ളൊരു യൗവനക്കാരൻ്റെ ഡെഡ് ബോഡി കുഴിക്കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊക്കെ പരിശുദ്ധ തൃത്വമുദ്ധരിച്ച് മണ്ണിടുന്ന സമയമുണ്ട്. മുഖം മൂടാൻ ചുമതലപ്പെട്ടവരോട് പറയുമ്പോൾ മുഖം മൂടാൻ ബന്ധപ്പെട്ട പിതാവോ കുടുംബാംഗങ്ങളോ അടുത്തു വരുമ്പോൾ ആ വിധവയായ സഹോദരി പിഞ്ചു കുഞ്ഞുങ്ങളെ വട്ടം പിടിച്ചുകൊണ്ട് അലറിക്കരയുന്ന സമനില തെറ്റ സമചിത്തതാകുന്നൊരു രംഗമുണ്ട്. ആ സമയം മണ്ണിടാൻ കയ്യിലെടുത്ത് നിൽക്കുകയാണെങ്കിലും ആ സഹോദരിയുടെ നിലവിളി കാണുമ്പം അറിയാതെ ഉള്ളിൽ തേങ്ങലുണ്ടാകും. എന്തുകൊണ്ട് ഈ അമ്മ കരയുന്നു? ആ അമ്മ തകർച്ചയിൽ കരയുകയാണ്. അപ്പോൾ ഞാൻ കാണാറുള്ളൊരു പ്രതിഭാസം, ഈ അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ആൺകുഞ്ഞുങ്ങൾ ഒരാൺതരി വീട്ടിലുണ്ടെങ്കിൽ ആ ആൺകുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മോനെ എന്ന് പറഞ്ഞ് കരയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രം പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ അമ്മ പറയുക, മോനെ എൻ്റെ ഭർത്താവിൻ്റെ ബോഡിയായി കിടക്കുന്നത് എന്നെ കരുതണ്ട എൻ്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാ, പക്ഷെ ഞാൻ അനാഥയല്ല. നീ വളർന്നു വരുമ്പം എൻ്റെ മരണം വരെ എൻ്റെ കുഞ്ഞെന്നെ നോക്കും. അതുകൊണ്ട് ഞാൻ അനാഥയല്ല, ഞാൻ വിധവയെന്നേ ഉള്ളൂ. ഏതാണ് ഈ കുഞ്ഞിനെ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നതിൻ്റെ പുറകിലെ മനഃശാസ്ത്രം? എന്നാൽ നിങ്ങളെ ഞാനൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പുറത്തുപോയി, തൊട്ടു പുറകിൽ വൈധവ്യം ബാധിച്ച ആ സ്ത്രീയുടെ ആശ്രയമായ 2 ആൺകുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തുപോയി. മംഗ്ലോൻ, കില്യോൻ, എലിമലേക്ക് 3 ഡെഡ് ബോഡികൾ പുറത്തു പോയാൽ നാട്ടുകാർ പറയും മുടിഞ്ഞു, ഇനിയും ആ വീട് തലപൊക്കില്ല. എന്നാൽ ഒരിക്കലും തലപൊക്കുകയില്ലെന്ന് നാട്ടുകാർ വിധി എഴുതിയ ആ വീട്ടിനകത്തു നിന്നും ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ച് യേശുവിൻ്റെ വല്യമ്മച്ചി ാക്കിത്തക്ക വിധത്തിൽ ജീനിയോളജി മാറ്റിയ ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ യേശുവിൻ്റെ കൈകളിലേക്ക് ഇന്ന് രാത്രി നിന്നെ കൈമാറിയാൽ ഒരു മുഴം കയറിൽ അവസാനിക്കേണ്ടി വരികയില്ല. നിന്റെ ജീവിതം നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരം ഈ രാത്രി ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറ, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, സകലതും നന്മയ്ക്കാക്കി മാറ്റുന്നവൻ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ഈ സ്തോത്രത്തിൻ്റെ ഈ ശബ്ദമുയരട്ടെ. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ബലം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഏറ്റവും പുറകിൽ നിൽക്കുന്നവർ മുതൽ നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില ജാതക വിധികൾക്ക് മുൻപിൽ ഇനിയും നീ കരപറ്റുകയില്ലെന്ന് നിന്നോട് പറയുന്ന, നിന്റെ ജീവിതത്തെ ഭരിക്കുന്ന ചില നിർണായക സ്വാധീനങ്ങൾക്ക് മുൻപിൽ അവറ്റകളെ മുഴുവൻ തട്ടി തകർത്തുകൊണ്ട്
പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ വിധി മാറ്റി എഴുതാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു എന്ന് ആത്മാവിൽ ഈ രാത്രി വിളിച്ചു പറയുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇടം വലം നോക്കണ്ട, മുൻപിൻ നോക്കണ്ട. കൃപ പ്രാപിച്ച ദൈവമക്കൾ എന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. തേജസ്സിന്റെ ഒരു കരം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ചില കുടുംബങ്ങളെ ഭരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ ജാതക വിധികളെ മാറ്റിക്കുറിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ബലിഷ്ഠ കരം ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യാപരിക്കുന്നത് മറ്റൊരു സാധ്യതയ്ക്കകത്ത് നിന്നല്ല, യേശുവിന്റെ കാൽവറി രക്തത്തിന്റെ സാധ്യതയ്ക്കകത്ത് നിന്നാണ്. സകലവിധ പൈശാചിക താവളങ്ങളുടെ പദ്ധതികളും നിന്റെ കുടുംബത്തിന് 60-ാമത്തെ വയസ്സിൽ മരണം നടക്കണം എന്ന് കുറിച്ചു വെച്ചിരിക്കുന്ന വ്യാപാര ശക്തികളുടെ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് അഴിച്ചു മാറ്റാൻ കഴിയുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ ഈ രാത്രി കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. കാരണം സാത്താന്യ താവളത്തിലെ ഗൂഢാലോചനകളെ തല്ലി തകർത്ത് യേശുവിന്റെ രക്തത്തിന്റെ കവചത്തിനകത്ത് നിന്റെ കുടുംബത്തിന്റെ ശാപബന്ധനത്തെ അഴിച്ചു മാറ്റി നിന്റെ തലമുറകളിലൂടെ ഒഴുകുന്ന പൈശാചിക കെട്ടുകളെ തകർക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ സാധ്യത തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കുടുംബത്തിന്മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല വിധികളെയും മാറ്റി എഴുതി ഈ രാത്രി പ്രാർത്ഥിക്കുന്ന നീ ക്രൂശിനെ ആശ്രയിച്ചാൽ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഞാനൊരു കൊച്ചു വിഷയത്തിന്റെ ഉദാഹരണം പറയാം. ഒരിക്കൽ ഗ്രീസിൽ ആണ് സംഭവം. ഒരു രാജകുടുംബമാണ്. രാജകുടുംബത്തിൽ ഒരു മകൻ പിറന്നു. മകൻ പിറന്നപ്പോൾ പിറന്ന മകനുമായി തൊട്ടടുത്ത അവരുടെ ആരാധനാ കേന്ദ്രത്തിലെത്തി. ആരാധനാ കേന്ദ്രത്തിലെ പ്രത്യേക സമർപ്പിതമായ പൈശാചിക ബാധയാൽ എന്നതുപോലെ ഭാവി പറയുന്ന വ്യക്തി പറഞ്ഞ് ആ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹോ, നിന്റെ ജന്മം ഭയങ്കരം. നീ നിന്റെ അപ്പനെ കൊല്ലും, അമ്മയെ ഭാര്യയാക്കും. ഹോ, നിന്റെ ജന്മം ഭയങ്കരം. ഈ സമയത്ത് രാജാവ് ചിന്തിച്ചു, ഈ കുഞ്ഞിൻ്റെ ജാതകവിധി അതാണെങ്കിൽ അത് നടക്കും. അതുകൊണ്ട് മറ്റൊരു നാട്ടുരാജ്യത്തിലേക്ക് രഹസ്യമായി രാത്രിയിൽ ഈ കുഞ്ഞിനെ പലായനത്തിൽ കൊടുത്തു വിടിയിപ്പിച്ചു. വർഷങ്ങൾ മുൻപോട്ട് നീങ്ങി, കാലങ്ങൾ മുൻപോട്ട് നീങ്ങി, കാര്യം മറന്നു. ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ പരിധിയിലെത്തി. അപ്പോൾ ഈ രാജാവിൻ്റെ രാജകീയ രഥയാത്രയെ തടയാൻ കഴിവുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൊടുത്തുവിട്ട ആ രാജകുമാരൻ യൗവനക്കാരനായി, അരോഗതൃഗാത്രനായി, ആയോധന വീരനായി ഇവിടെ വഴിയിൽ തടയാൻ ഇറങ്ങി നിൽക്കുന്നു. ഒടുവിൽ വന്ന ജൈത്രയാത്രയ്ക്കിറങ്ങിയ ഈ രഥയാത്രയിലെ മുൻപിതാവും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ യൗവനക്കാരനും തമ്മിൽ ഏറ്റുമുട്ടി. ഒടുവിൽ ആ മുൻപിതാവെന്ന് പറഞ്ഞ രാജാവ് കൊല്ലപ്പെട്ടു. അവിടുത്തെ രീതി അനുസരിച്ച് രാജാവിനെ കൊന്നാൽ രാജ്ഞി പദമലങ്കരിക്കുന്ന സ്ത്രീ ഭാര്യയാകണം. ഈ സംഭവം നടന്നതിൻ്റെ ഒരു വാർത്ത വായിച്ചപ്പോൾ ഇന്നത്തെ സാധാരണഗതിയിലെ ധാരണകളിലൊക്കെ ഇത് മനുഷ്യ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയാം, നിന്റെ കുടുംബത്തിനകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന ജാതകവിധികളുടെ നക്ഷത്ര സ്വാധീനങ്ങൾ അത്ര ശക്തമാണെങ്കിലും ക്രൂശിനെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് അതിനെ മുഴുവൻ അടിച്ചു പുറത്താക്കിക്കൊണ്ട് ഇന്ന് രാത്രി നിത്യത വരെ സുഗമമാക്കാൻ കഴിവുള്ള ഒരു കരം നിനക്കായി ചലിക്കുന്നു. ഈ ബോധ്യമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി യേശുവിൻ്റെ രക്തമെന്ന് പറയണം. ശബ്ദം ഉയരട്ടെ. ഒരു നിമിഷം നിങ്ങളെ കാൽവറിയിലേക്ക് ക്ഷണിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിച്ച് നിർത്തുകയാണ്. ഇത്തരം ഒരു മരണം ചരിത്രം കണ്ടിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിയുടെ ശൈലിയിൽ തന്നെ ചോദിക്കുന്നു. ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്
കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി കൈകാലുകൾ ആണിക്കൂണായി ഏൽപ്പിച്ചു കൊടുത്ത് പിടഞ്ഞു മരിച്ചു കിടക്കുന്ന ആ മാംസപിണ്ഡം അവസാന സമയം മരണത്തോടടുക്കുമ്പോൾ തന്നെക്കുറിച്ച് നിവർത്തിക്കപ്പെടേണ്ട ഒരു പ്രവചനം, അവർ എൻ്റെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന പ്രവചനം നിവർത്തിക്കപ്പെടേണ്ടതിന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ തന്നെ അവർ ഒരു സ്പോങ് എടുത്ത് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തപ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച മൂരിനോട് ചേർത്ത് കൃത്യ അനുപാതത്തിൽ എടുത്താൽ ലോക്കൽ അനസ്തേഷ്യയാകും. അത് ക്രൂശിതരുടെ വേദന അറിയാതെ മയങ്ങി മരിക്കാനുള്ള പാനീയമാണ്. യേശുവിന് മനസ്സിലായി തന്നെ മയങ്ങാൻ തന്നിരിക്കുന്നതാണിത്, വേണ്ട എന്ന് വെച്ചു. കാരണം മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ബോധപൂർവം ജയിക്കാനെത്തിയ യേശു മയങ്ങാൻ കൊതിച്ചില്ല. ഒടുവിൽ അവിടുന്ന് ആ രണ്ട് കാലുകളിലേക്കും ശരീരഭാരമേൽപ്പിച്ച് പെടച്ച് പൊങ്ങിയിട്ട് പറഞ്ഞു, തെറ്റലസ്റ്റായി, നിവർത്തിയായി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുള നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട, കാൽവറി മാത്രം മതി. അതിൻ്റെ പുറകിൽ ഏത് ബന്ധനം അഴിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് ഇന്ന് രാത്രിയും ശക്തിയുണ്ട്. ഈ സമയം നടന്നൊരു സംഭവം നിങ്ങൾ കേൾക്കണം. ഉടനെ ഭൂകമ്പമുണ്ടായി. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള പച്ചപ്പട്ടു വിരിച്ച ഈ ഭൂമിയുടെ ഭൂഗർഭത്തിൻ്റെ പുറത്തുള്ള മാന്റിലിന് പുറത്തുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭപാളികൾ തമ്മിൽ ഇടിക്കുമ്പോൾ ഇടയിൽ ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുകളിൽ ഉയർന്ന മരണത്തിൻ്റെ പ്രത്യാഘാതം ഭൂഗർഭം വരെ ഇറങ്ങിച്ചെന്നെങ്കിൽ പാതാള മേഖലയിലെ പൈശാചിക ഹെഡ് ഓഫീസിനെ തകർത്ത ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കാൽവറി മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, ഏത് കുടുംബത്തിനകത്ത് വാഴുന്ന പൈശാചിക ബന്ധനങ്ങളെയും അഴിച്ചെടുക്കാൻ ഇന്ന് രാത്രി കഴിവുള്ള ശക്തി ക്രൂശിൽ നിന്ന് വ്യാപരിക്കുകയാണ്. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? ശബ്ദം ഉയരട്ടെ, വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. ഇന്ന് രാത്രി നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില വിധികളെ സ്വർഗം അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ഈ പട്ടണത്തിൽ മുഴങ്ങത്തക്ക വിധം എൻ്റെ കൂടപ്പറപ്പെ വാ തുറന്ന് വിളിച്ചു പറ, യേശുവേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പോരാ പോരാ പോരാ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി തേജോമയമായ ഒരു കരം, തേജോമയമായ ഒരു കരം, അദൃശ്യമായ ഒരു കരം, ആണിപ്പാടേറ്റ ഒരു കരം ഈ കടകമ്പോളങ്ങളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങൾക്കകത്തേക്ക് ആഴത്തിൽ കയറി ചെല്ലുകയാണ്. ഇനിയും നിന്റെ വീട് പുറത്തു വരികയില്ല. ഇന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ ശാപത്തിൽ നിന്ന് നിനക്ക് വിമുക്തിയുണ്ടാകും. നിന്റെ കുടുംബം കരപറ്റില്ല, തറപറ്റില്ല എന്ന് പറയുന്ന ബന്ധനങ്ങളെ ഒരു നിമിഷ നേരം കൊണ്ട് കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ അഴിച്ചു മാറ്റപ്പെടുമെന്ന് മാത്രമല്ല, നിനക്ക് തിന്മയ്ക്കായി സാത്താൻ വെച്ചിരിക്കുന്ന നിന്റെ ബന്ധനങ്ങളെ, നിന്റെ വിധികളെ ഇന്ന് രാത്രി നിന്റെ നന്മയ്ക്കാക്കുകയും നിന്റെ മരണാനന്തര നിത്യത പോലും സംരക്ഷിക്കുകയും ചെയ്യുവാൻ കഴിവുള്ള രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. നിനക്കെതിരെ വിധി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെ പൊള്ളിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു. അത് ചില പ്രിയപ്പെട്ടവരെ തൊടുകയാണ്. അത് കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഓ, രക്തത്താൽ ജയം. കരമുയർത്തി, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവിനും പ്രാർത്ഥന ശബ്ദമുയരട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. നിങ്ങളുടെ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയണം. പോരാ, ലജ്ജ വേണ്ട കേട്ടോ, അഭിമാനം മാറ്റിവെക്ക്. ഇന്ന് രാത്രി ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കാൻ തുടങ്ങുകയാണ്. ചില കടുങ്കെട്ടുകളെ കർത്താവ് തകർക്കാൻ
തകർക്കാൻ തുടങ്ങുകയാണ്. ചില മാരക വിപത്തുകളെ സ്വർഗം എടുത്തു മാറ്റാൻ തുടങ്ങുകയാണ്. ഞാൻ അനുഭവിക്കുന്ന ദൈവവൈതലാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന കൃപ ലഭിച്ച ദൈവദാസന്മാരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കുടുംബത്തിൽ നാളെ വരുത്താൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി അഴിക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ രാത്രി നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില ബലഹീനതകളുടെ കാൽക്കുലേഷന്റെ മുൻപിൽ ഇത് തിന്മയാകും എന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നിന്നോട് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രി ഇറങ്ങിച്ചെന്നിട്ട് ആ തിന്മയ്ക്കായിട്ടുള്ളതിനെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ബലമുള്ള കരം ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ മരണക്കിടക്കയുടെ അടുക്കൽ നിന്നും നിന്റെ ആത്മാവിനെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന പൈശാചിക ശക്തികളെ തകർത്തിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ഓമന പുത്രന്റെ ചുടുനിണം ഇന്ന് രാത്രി നിന്നെ കഴുകിക്കഴിഞ്ഞാൽ നിന്റെ നിത്യത വരെ ഉറപ്പാക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ ഗ്രൗണ്ടിൽ നിനക്കായി ചലിക്കുന്നതെങ്കിൽ ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിലേക്ക് എന്നെ കൈമാറുന്നു കർത്താവേ എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി. എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിനെ പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഈ യോഗത്തിൻ്റെ പേര് എനിക്ക് ഏറ്റവും സന്തോഷമുളവാക്കിയ പേരാ. ഞാനൊരു വസ്തുത പറയാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്താത്ത സുവിശേഷ യോഗം നരകത്തിലെ പൊട്ടിച്ചിരിയാണ്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് ഉയർന്നു കഴിഞ്ഞാൽ ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ദാവീദിൻ്റെ കല്ല് പോലെ പൈശാചിക ശക്തികളുടെ തകർച്ചയ്ക്ക് ഈ രാത്രിയിൽ ഈ ദൂത് മുഖാന്തരമാകുകയാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ ചില വീടുകൾക്കകത്ത് ആധിപത്യം പുലർത്തുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സുവിശേഷത്തിന്റെ ശബ്ദം ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ പറന്നു കയറിയ കല്ല് പോലെ രക്തത്തിന്റെ വിടുതൽ വ്യാപരിപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം ചലിക്കുമ്പോൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി നമുക്കൊന്ന് ആത്മാവിൽ യേശുവേ എന്ന് പറയാം. വേണ്ട, ലജ്ജ വേണ്ട. വായ് ഉയരട്ടെ, വായ് ഉയരട്ടെ, വായ് ഉയരട്ടെ, വായ് ഉയരട്ടെ. ശരീരം പറയുന്നു മരണം അടുക്കൽ വരുന്നു എന്ന്. ക്യാൻസർ പറയുന്നു അധിക നാൾ നിലനിൽപ്പില്ലെന്ന്. കിഡ്നിയുടെ ബലഹീനതകൾ പറയുന്നു മരണം വെളിപ്പാടകലെ ഉണ്ടെന്ന്. കുടുംബത്തിന്റെ തകർച്ചകൾ പറയുന്നു തലമുറകൾ ശാപഗ്രസ്തരാകുമെന്ന്. അത് തകർന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതം പറയുന്നു അത് നിന്റെ കുടുംബം കുട്ടിച്ചോറായി മാറുമെന്ന്. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ടതിന് എൻ്റെ ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങി വരികയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വാ തുറന്ന് യേശുവേ യേശുവേ ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഈ നാട്ടിലെ ശബ്ദമൊന്ന് മുഴങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ ഉയരട്ടെ. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ഈ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകത്തിലെ ഏത് ശരണമന്ത്രങ്ങളെക്കാൾ ശക്തി ഇന്ന് രാത്രി യേശു എന്ന നാമത്തിനുണ്ട്. ഇത് സ്വർലോകരുടെ മുഴങ്കാൽ മടക്കും, ഇത് ഭൂലോകരുടെ മുഴങ്കാൽ മടക്കും, ഇത് അധോലോകരുടെ മുഴങ്കാൽ മടക്കും. പാസ്റ്റർ രാജു എന്നെ വിളിക്കുമ്പോൾ രാജു എന്ന പേര് എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ടതാണ്. എന്നാൽ യേശു എന്ന പേര് ജോസഫും മറിയയും ഇട്ടതല്ല. അത് മണ്ണിലുണ്ടായ പേരല്ല, അത് വിണ്ണിലുണ്ടായ പേരാണ്. അത് പഴയ പാമ്പിന്റെ തല തകർത്ത പേരാണ്. അത് നരക കവാടത്തെ തകർത്ത പേരാണ് യേശു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനം ഓർത്തിടുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമുക്കൊന്ന് ചേർന്ന് പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. ഈ രാത്രി ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. ഒന്നിച്ച് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. കഷ്ടങ്ങൾ സാരമില്ല. സാരമില്ല, കണ്ണുനീർ സാരമില്ല.
പുതിയ മണിയറയിൽ പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ നഷ്ടങ്ങൾ സാരമില്ല, നഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനവേഗത്തിൽ, മഴകാലീരം സമയമില്ല. മധ്യരാശത്തിങ്കൾ മകദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വാനവേഗത്തിൽ, മഴകാലീരം സമയമില്ല. മധ്യരാശത്തിങ്കൾ മകദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ സ്തുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ സ്തുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. ജീവജല നദിയുള്ളവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവന ദേശം. ജീവജല നദിയുള്ളവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവന ദേശം. മഹോന്നതനേ മഹോന്നതനേ കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ മഹോന്നതനേ കാണാം, പ്രേമകാന്തനെ കാണാം. മണിമാലയവൻ എഴുതലും ശുഭ്രവസ്ത്രം ദലിപ്പിക്കുമെന്ന്. മണിമാലയവൻ എഴുതലും ശുഭ്രവസ്ത്രം ദലിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒളിഞ്ഞിടുമേ, ആയിരമാട്ടു വസിക്കും അവരുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒളിഞ്ഞിടുമേ, ആയിരമാട്ടു വസിക്കും അവരുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. 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 ആ രണ്ട് കൈകളും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ശബ്ദമുയർത്തി, എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന കൊടിയ ശാപത്തിന്റെ വിധികൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ് ഈ രാത്രി. ദൈവം എന്നൊരു പ്രതിഭാസം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൺമുൻപിൽ വെളിപ്പെടണം. അല്ലാത്ത പക്ഷം വെളുപ്പിന് 4 മണിക്ക് ഇതുവഴി വരുന്ന ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും എന്ന് പറഞ്ഞ സാധു സുന്ദര സിംഗിൻ്റെ മുറിക്കകത്ത് കയ്യിൽ ആണിപ്പാടോടെ ഇറങ്ങിച്ചെന്ന യേശു ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ അഴിച്ചെടുക്കാൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. സംഭവിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻനിർണയമാണ് കാൽവറിയിൽ നടന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ വിധി മാറ്റി കുറിക്കാൻ യേശുവിൻ്റെ കരത്തിന് രാത്രി ശക്തിയുണ്ട്.